യുക്രൈനിൽ റഷ്യ കനത്ത ആക്രമണം തുടരുന്നു. ഞായറാഴ്ച പുലർച്ചെ യുക്രൈനിലുടനീളം ശക്തമായ വ്യോമാക്രമണമാണ് റഷ്യ നടത്തിയത്. ആക്രമണങ്ങളിൽ 6 പേർ മരിച്ചു. മരിച്ചവരിൽ ഒരു കുട്ടി ഉൾപ്പെടുന്നു. 18ഓളം പേർക്ക് പരിക്കേറ്റതായി കീവ് ഇൻഡിപെൻഡൻറ്റ് റിപ്പോർട്ട് ചെയ്തു. സമീപകാലത്ത് റഷ്യ യുക്രൈനിൽ നടത്തിയ ശക്തമായ ആക്രമണമാണിതെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. 52 ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകൾ, 496 ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. 9 പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമണം നടത്തിയതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. ജനവാസ മേഖലകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് യുക്രൈൻ വ്യോമസേന അറിയിച്ചു. 2022 ഫെബ്രുവരി 24 റഷ്യ യുക്രൈനെ ആക്രമിച്ച ശേഷം ഉണ്ടായ ഏറ്റവും വലിയ വ്യോമാക്രമണമാണിതെന്ന് യുക്രൈൻ പറയുന്നു. പോളണ്ടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമായ ലിവിവിൽ ഒരു കുടുംബത്തിലെ 4 പേർ കൊല്ലപ്പെട്ടതായി യുക്രൈൻ പറഞ്ഞു. ആക്രമണത്തിൽ ലിവിവ് നഗരം പൂർണ്ണമായും തകർന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകർന്നു. പ്രദേശവാസികൾ വീടുകളിൽ തന്നെ തുടരാൻ അധികൃതർ നിർദ്ദേശം നൽകി. റഷ്യ പൂർണ്ണതോതിലുള്ള ആക്രമണം ആരംഭിച്ച ശേഷം ഈ മേഖലയിലുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണിതെന്നും കീവ് ഇൻഡിപെൻഡൻറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. 140 ഡ്രോണുകളും 23 ക്രൂസ് മിസൈലുകളും ഉപയോഗിച്ചു. ഗ്യാസ് അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നുവെന്നും അധികൃതർ പറയുന്നു. ലിവിവ് നഗരത്തിന് നേരെ നടന്ന മിസൈൽ ഡ്രോൺ ആക്രമണത്തിനിടെ ഒരു വ്യവസായ പാർക്കിന് തീപിടിച്ചെന്ന് മേയർ ആൻഡ്രി സഡോവി ടെലിഗ്രാമിൽ കുറിച്ചു. പ്രദേശത്ത് സൈനിക കേന്ദ്രങ്ങളൊന്നുമില്ലെന്നും ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു റഷ്യയുടെ ആക്രമണമെന്നും മേയർ വിമർശിച്ചു. ലിവിവിലെ 2 ജില്ലകളിൽ വൈദ്യുതിയില്ല. ആക്രമണത്തെ തുടർന്ന് പൊതുഗതാഗതം താൽക്കാലികമായി അടച്ചുപൂട്ടിയിട്ടുണ്ടെന്നും സഡോവി പറഞ്ഞു. ആക്രമണ സമയത്ത് ചൈനീസ് രഹസ്യാന്വേഷണ ഉപഗ്രഹങ്ങളും ലിവിവിന് മുകളിലൂടെ പറന്നതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ലിവ്, ഇവാനോ ഫ്രാങ്കിവ്സ്ക്, സപോരിഷ്യ, ചെർണിഹിവ്, സുമി, ഹാർക്കിവ്, ഖെർസൺ, ഒഡേസ, ഹിറോവോ ഹ്രോഡ് എന്നിവ ലക്ഷ്യമിട്ട് റഷ്യ ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഫേസ്ബുക്കിൽ കുറിച്ചു. വെടിനിർത്തലിന് റഷ്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ അദ്ദേഹം യുഎസിനോടും യൂറോപ്പിനോടും ആവശ്യപ്പെട്ടു. പ്രതികരിക്കാത്തതിന് സെലൻസ്കി യുഎസിനെയും വിമർശിച്ചു. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ നിശബ്ദത ഭയപ്പെടുത്തുന്നുവെന്നും സെലൻസ്കി പറഞ്ഞു. വ്യോമാക്രമണത്തിന് യുക്രൈൻ റഷ്യയ്ക്ക് തിരിച്ചടി നൽകി. യുക്രൈൻ്റെ ആക്രമണം റഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുക്രൈൻ്റെ 32 ഡ്രോണുകൾ സൈന്യം തകർത്തതായി റഷ്യ അറിയിച്ചു.